ഇന്ന് ഗുരുവായൂർ പോയി ഭഗവാനെ കണ്ടു. ഹാർമോണിയം വായിക്കണ ഭഗവാനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാർമോണിയം വായിക്കണ ഭഗവാനായിരുന്നു ഇന്ന്. ഹാർമോണിയം വായിക്കണ ഭഗവാനുള്ളത് നമ്മുടെ വൃന്ദാവനത്തിലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സന്തോഷമായി. എനിക്ക് വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ കുട്ടിയെ കൂടില്ല. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ എല്ലാവർക്കും പോരണം വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ അതിനുള്ള ഓരോരുത്തർ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ 45,000 50,000 ഒരാൾക്ക്. അപ്പോൾ 7 ആൾക്ക് പോകണമെങ്കിൽ രൂപ എത്ര വരും? അത് കാരണം കൊണ്ട് ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ടേക്കാണ്. നവംബറിൽ 15-ാം തീയതി വരെ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള തണുപ്പും ചൂടും ഒക്കെ ഉള്ള കാലാവസ്ഥയെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ പോക്കൊക്കെ അത് കാരണം അവിടെ നിന്നേക്കുക. 45,000 ആകുമ്പോൾ 7 ആൾക്ക് പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അത് കാരണം പിന്നെ സന്തോഷമായി ഇങ്ങനൊരു രൂപം കണ്ടത്. എൻ്റെ കണ്ണിൽ ശരിക്കും കണ്ടത് ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിൽക്കണ ഒരു കുട്ടി, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവിടെ പല ആൾക്കാരും ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. സന്തോഷമായി. ഭക്ഷണം കഴിച്ചു, ഭഗവാന്റെ പ്രസാദം കഴിച്ചു. പ്രസാദത്തിൽ സാമ്പാറായിരുന്നു കൂട്ടാൻ. സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. സുഖമായിട്ടുള്ള ഭക്ഷണം. സാമ്പാർ വേണമെന്ന് ആഗ്രഹിച്ചു പോയി. സാമ്പാർ തന്നു ഭഗവാൻ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. വൃന്ദാവനത്തിൽ നവംബർ ആകുമ്പോൾ പോകണം. ഭഗവാൻ സാധിച്ച് തന്നാൽ ഞങ്ങൾ അവിടെ എത്തും. അപ്പം ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടോ. 45,000 രൂപയൊന്നും കൊടുത്തിട്ട് പോകാനുള്ള അത് ഞങ്ങൾക്കില്ല. 7 പേർക്ക് പോകണമെങ്കിൽ ഭയങ്കര കൂടുതൽ കാശാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കണ എങ്ങനെ ട്രെയിനിലൊക്കെ കയറി പോയി അവിടെ ചെന്ന് വല്ല വണ്ടിയൊക്കെ വിളിച്ചങ്ങനെ ഹിന്ദി പരിചയമില്ലല്ലോ. അത് കാരണം കൊണ്ടുള്ള വിഷമമുണ്ട്. വയസ്സായ അച്ഛനും കൊണ്ടുപോകല്ലേ. അച്ഛന് പോരണം, മധുര കാണണമെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. നവംബറിൽ നമ്മൾ പോകണമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടേക്കാണെന്നറിയോ? മൂകാംബികയ്ക്ക്. ടിക്കറ്റ് ഒക്കെ ഉണ്ട്, 10 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമോ? 3,500 രൂപയാണ്. നിങ്ങൾക്ക് അവിടുത്തെ നമ്മുടെ എന്നിട്ട് പറയും ഉടുപ്പി കാണാം, മുരുടേശ്വർ കാണാം. അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും, റൂമൊക്കെ എടുത്തുതരും. ഭക്ഷണത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഭക്ഷണം അതൊക്കെ അവരവരുടെ ഇഷ്ടം. പിന്നെ അമ്പലത്തിൽ നിന്ന് 2 നേരം ഭക്ഷണം കിട്ടും. എല്ലാ അമ്പലത്തിൽ നിന്നും ഭക്ഷണം കിട്ടും. ആ കാരണം കൊണ്ട് നമുക്ക് പുറത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ പോയി നോക്കിയപ്പോൾ ഒക്കെ അതേ രീതിയിൽ വ്യത്യാസമൊന്നുമില്ല. ഉച്ചയ്ക്ക് വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് കിട്ടും. പിന്നീട് നമ്മൾ കാലത്ത് ഇഡ്ഡലി എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് തന്നെ കഴിക്കുന്നത് വേണം. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 10 ടിക്കറ്റ് ഉണ്ട് കയ്യിൽ. ആരെങ്കിലും വരുമോ? 3,500 രൂപ അയച്ചു തരിക കേട്ടോ. നമ്പർ 88 48 19 12 63. ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ. 88 48 19 12 63. അനിത KS കേട്ടോ. അപ്പോൾ പോരാ തരമ്പത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ചേട്ടന്ന്. അപ്പം 1 മാസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നാളെ തന്നെ വിളിക്കട്ടോ. വിളിച്ചാലല്ലേ നമുക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത് കാരണം കൊണ്ട് ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുമോ കേട്ടോ.